കേരളത്തിലെ ഏറ്റവും സ്ത്രീവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളവരെ പല ഘട്ടങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന ഒരു സുഖവാസത്തിൽ വിടുന്നില്ല. എടുത്ത് ഈ മുഖം രക്ഷിക്കാനായിട്ട് അവർ നടത്തിയിരിക്കുന്ന വികലമായ ശ്രമം എന്തൊരു ലജ്ജാകരമായ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പ് കേരളത്തിൽ ഇതുപോലെ ഒരു MLA കുറിച്ച് ഈ തരത്തിലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന ദേശീയ മാധ്യമങ്ങൾ ഈ മനുഷ്യനെ കുറിച്ചും ഈ പാർട്ടിയെ കുറിച്ചും ഇപ്പോൾ കൊടുക്കുന്ന വലിയ വാർത്തകൾ എന്താണെന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും നോക്കണ്ടേ. അത് അവർ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെന്റിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമസഭയിലോ ഇതുപോലൊരു MLA പ്രവേശിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത്രയ്ക്കും നീചനായ ഇത്രയ്ക്കും വലിയൊരു സ്ത്രീ വേട്ടക്കാരൻ ഉണ്ടായിട്ടില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള മാധ്യമങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇത് തന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവർ CPM നടപടി എടുത്തിട്ടില്ല, മറ്റുള്ളവർ നടപടി എടുത്തിട്ടില്ല. അപ്പം CPM വാദത്തിനുണ്ട്. CPM BJP നടപടി എടുക്കാത്ത ഏത് കാര്യത്തിലും ഇവർക്ക് എന്ത് വൃത്തികേടും കാണിക്കാന്നാണ്. എന്തൊരു ലോജിക്കില്ലായ്മ അവർ പറയുന്നത്. ഇപ്പൊ മുകേഷിനെ കുറിച്ച് അവർ പറയുന്നത്, മുകേഷിനെ കുറിച്ച് കംപ്ലൈന്റ് സ്ത്രീ ഇപ്പോൾ പോസ്കോ കേസിൽ ജയിലിലാണ്. അവർ കൊടുത്തതൊക്കെ അതിന് യാതൊരു ആരോപണമില്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു തെളിവില്ല, അദ്ദേഹം പുറത്തു വരും. അതുകൂടാണ്ട് കോൺഗ്രസിന്റെ ജയിലിൽ കിടന്നൊരു MLA ഇപ്പോഴുണ്ട് സ്ത്രീ ബലാത്സംഗ കേസിൽ. അതുപോലെ ബലാത്സംഗ കേസിൽ ജാമ്യത്തിലുള്ളൊരു MLA ഉണ്ട്. ഇത് 3ാമത്തെ MLA ആണ്. ഈ MLA സംബന്ധിച്ചുള്ള അയാളെ കുറിച്ച് പുറത്തു വരുന്ന പരമ്പരകള് എത്ര ഹീനമാണ്. എത്ര പെൺകുട്ടികളെ യുവതികളായ കുട്ടികളെ ഭഗവാൻ വാഗ്ദാനം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുപോയി എന്നിട്ട് പിച്ച് ചിന്തുക, അവസാനം എന്താ പറയാ തന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുക. അത് തന്നെയുമല്ല ഗർഭം അനുസരിപ്പിക്കുക, അതിന് കൂട്ടാക്കിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇങ്ങനൊരു MLA സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? അവർ തീർച്ചയായിട്ടും ഓടിച്ചിങ്ങനെ വെക്കുന്നില്ല. ഇവർക്കിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുണ്ട് എന്തെങ്കിലും അവകാശമുണ്ടോ? ഇവരുടെ തന്നെ പാർട്ടിയിലെ ഉമാ തോമസ്, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു കൃഷ്ണ, ഇങ്ങനെയുള്ള വനിതാ MLA-മാരുടെ ഒരു പട തന്നെ ഇയാളെ പുറത്താക്കണമെന്ന്, ഇയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നും ഇയാൾ പൊതുരംഗത്തുണ്ടാകാൻ പാടില്ല എന്ന് പരസ്യമായ നിലപാടെടുത്തപ്പോൾ ആ നിലപാടിൽ അവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുമ്പോൾ അവരെ ഒരു പരിഗണനയും നൽകാതെ കണ്ട് അയാളെ പരിരക്ഷിക്കുന്ന VD സതീശനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഗതികേടാണ്. കാരണം VD സതീശനും ഷാഫി പറമ്പലും കൂടെയാണ് ഈ മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. നിയമസഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഇവരാണ് എല്ലാവിധ പിന്തുണയും കൊടുത്തത്. അപ്പോൾ ഈ 3 പേരും തമ്മിലുള്ള ദുരൂഹമായിട്ടുള്ള ഒരു ബന്ധം വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായി കേരളത്തിൽ നിലനിൽക്കുക. അപ്പൊ പരസ്പരം ഇവർ തമ്മിൽ സഹായിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഇയാളെ പുറത്താക്കിയാൽ ഇയാളുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമെന്നുള്ള ഒരു ഭയമായിരിക്കാം ഒരുപക്ഷെ VD സതീശനെ കൊണ്ട് ആ പാർട്ടിയെ നിർബന്ധിച്ച് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ച്, അല്ലാണ്ട് മറ്റൊരു കാരണവും കാണുന്നില്ല. അങ്ങനെ രാജിവെക്കണം നിലപാടിൽ കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാരെ രംഗത്ത് വന്നു, VM സുധീരൻ രംഗത്ത് വന്നു, രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നു, KM മുരളീധരൻ രംഗത്ത് വന്നു. ഈ പറഞ്ഞ VD സതീശൻ പോലും കർശനമായി വിളിച്ചിരിക്കുന്നു പറഞ്ഞിട്ടും അയാളെ പുറത്തിറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഇനി ഈ പാർട്ടി എന്ത് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വരും? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവർ ചെയ്തോ ഇവർ ചെയ്തോ എന്നുള്ളത് പറയുന്ന ഒരു ന്യായീകരണമാണോ? അപ്പൊ ഇവരെന്താണ് ചെയ്യണമെന്നുള്ളതല്ലേ ജനം നോക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ചരിത്രപരമായ രീതിയിൽ തന്നെ രാജ്യത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ വരുന്നതാണ് 100-150 വരുന്ന വർഷങ്ങൾക്കറിയാം ഇങ്ങനൊരു മനുഷ്യൻ ജനിച്ചിട്ടില്ല ആ പാർട്ടിയിൽ. ഇങ്ങനെ ഒരു MLA ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. അയാളുടെ പ്രവൃത്തികൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ ഈ കോൺഗ്രസ് പറഞ്ഞ പാർട്ടിയെ ഈ കേരളത്തിലെ കോൺഗ്രസ് ഘടകം അപമാനിക്കുമല്ലേ? രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് BJP-യുടെ സോഷ്യൽ മീഡിയയിലും അവരുടെ വെബ്സൈറ്റിലും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറുപടി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇയാളോട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് അലയെന്നാണ് ഇയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദേശീയ തലത്തിലെ വാർത്തയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത് ഈ BJP ഇത് പ്രയോഗിക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി പോലുള്ളവര്, സോണിയാഗാന്ധിയെ പോലുള്ളവരൊക്കെ നിലനിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്, രാഹുൽ ഗാന്ധി മുൻ വ്യക്തിയാണ് കേരളത്തിലുള്ളത്. ഇവരുടെ എല്ലാ അന്തസ്സിനെ അഭിമാനത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു മാലിന്യമായി മാറിയിരിക്കുന്ന, ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്ന ഇവർ തലോടി നിൽക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തുടച്ചു നീക്കാൻ പോവാണ്. അത് ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നാണക്കേടും കഷ്ടവും കോൺഗ്രസിനെ കുറിച്ച് സഹതപിക്കുക എന്നല്ലാണ്ട് മറ്റെന്ത് പറയാനാ?
അതുപോലെ തന്നെ ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. നമുക്കറിയാം പാലക്കാട് കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടിയുടെ പിന്തുണ കൊണ്ട് ജയിച്ചിരിക്കുന്ന ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ധാർമ്മികതയുടെ പുറത്തെങ്കിലും ആ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ MLA സ്ഥാനം അത് രാജിവെക്കാൻ വേണ്ടി രാഹുലിനെന്ന് തോന്നണ്ടേ? അല്ല, അദ്ദേഹത്തിന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സാറിന് MLA ആണെന്നും ജനപ്രതിനിധിയാണെന്നും ഒരു പൊതു സമൂഹത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നും ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ നേതാവാണെന്നും ബോധ്യമുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ നടപടികളുടെ ഒരു പരമ്പര അയാൾ ചെയ്യുമോ? അതിന് യാതൊരു രാഷ്ട്രീയ സാമൂഹ്യ പ്രതിബദ്ധതയോ രാഷ്ട്രീയ പ്രതിബദ്ധതയോ നിയമത്തിനോടുള്ള പ്രതിബദ്ധത ഒന്നും ആ മനുഷ്യനില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. നാണവും ഉളുപ്പും ഇല്ലാതെ കൊണ്ട് വെറുക്കപ്പെട്ടവനായി അയാൾ MLA എന്നുള്ള ബോർഡും വെച്ച് കേരളത്തിൽ നടക്കും. ഇനി ഈ പാർട്ടിയിൽ നിലവിൽ 6 മാസത്തേക്ക് പാർട്ടിയിൽ പോലും അംഗത്തില്ലാത്ത ഒരാള് എന്ത് നിലപാട് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന് ബാനറിൽ ജയിച്ച ആൾക്ക് ഇനി പാലക്കാട് എത്താൻ പറ്റുക? പാലക്കാട് വോട്ടർമാരെ അയക്ക് എന്തിന്റെ ബാനറിലാണ് സമീപിക്കാൻ പറ്റുക? ഇയാൾക്ക് നിയമസഭയ്ക്കകത്ത് ഈ പാർട്ടിയുടെ അംഗമായി തുടരാൻ പറ്റത്തില്ല. സ്വതന്ത്ര ഇതിലേക്ക് മാറേണ്ടി വരും. അപ്പൊ ഈ നിയമസഭയിൽ നടക്കുന്ന ചർച്ചകളിലോ അല്ലെ നിയമസഭയിൽ നടക്കുന്ന ബില്ലുകളുമായിട്ടുള്ള ചർച്ചകളിലോ ഒന്നിനും ഇയാൾക്ക് ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ഇനി അയാൾ എന്തിനാണ് ഈ 6 മാസത്തേക്കാണെങ്കിൽ പോലും MLA തുടരുന്നത്? ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അത് തോന്നണ്ടേ? ആ മനുഷ്യനത് തോന്നണ്ടേ? അദ്ദേഹത്തിന് അത് തോന്നുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞില്ലേ? അദ്ദേഹത്തിന് അത് തോന്നത്തില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ആയിരിക്കുമല്ലോ രാജിവെപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നത്. അപ്പൊ ധാർമ്മികത എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഡിക്ഷണറി പോലും ഇല്ല. ധാർമ്മികത പോയിട്ടൊരു ഉത്തരവാദിത്ത ബോധം അയാളോട് പോലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. അപ്പൊ അവിടെ അത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.